എൻ്റെ പോക്കറ്റിലേക്ക് വരുന്ന 100 രൂപയുടെ 2 രൂപ 50 പൈസ അത് എനിക്ക് അവകാശപ്പെട്ടതല്ല. ഏതോ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ സക്കാത്ത് അള്ളാഹു നിശ്ചയിച്ച 8 കൂട്ടർ അല്ല പറഞ്ഞ അവകാശികൾക്കുള്ളതാണ്. സക്കാത്ത് എന്നുള്ളത് സമ്പന്നനായ സഹോദരൻ്റെ ഔദാര്യമല്ല, സാധു മനുഷ്യരുടെ അവകാശമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ നഗരത്തിലെ ഒരു ചെറിയ ഫുട്പാത്ത് കച്ചവടക്കാരനാണ്. അയാളുടെ ചെറിയ കച്ചവടത്തിൽ നിന്ന് 1,00,000 രൂപ മിച്ചം വന്നാൽ 97,500 രൂപ അയാൾക്കുള്ളതാണ്. എന്നാൽ 2,500 രൂപ അത് സക്കാത്താണ്. ഏതോ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ സക്കാത്തിന് അള്ളാഹു പറഞ്ഞ അവകാശികളുടേതായ ധനമാണ്. കേരളത്തിലെ വെറും 4ാം ക്ലാസ് മാത്രം പഠനമുള്ള ഒരു ശതകോടീശ്വരനായ ഒരു ഈത്തപ്പഴ കച്ചവടക്കാരൻ, ഒരു വർഷം അയാൾ കണക്ക് കൂട്ടിയിട്ട് 3.25 കോടിയും 4 കോടി രൂപയുമൊക്കെ അയാൾ സക്കാത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്, സമ്പത്ത് നമ്മൾ ജോലി ചെയ്ത് അധ്വാനിക്കുന്നതാണെങ്കിലും ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെൻ്റെ റബ്ബ് എനിക്ക് നൽകിയ അവൻ്റെ ഔദാര്യമാണ്, എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ്. ലി യബ്ലുവനി, എന്നെ പരിശോധിക്കുവാൻ വേണ്ടിയിട്ടാണ്. അഷ്കുർ അം അക്ഫുർ, നിനക്ക് ഞാൻ നൽകിയ ആ സമ്പത്തിൽ നീ സൃഷ്ടാവിന് നന്ദിയുള്ളവനാണോ അതോ നന്ദി കെട്ടവനാണോ എന്നറിയുന്നതിനു വേണ്ടി, എന്നെ പരീക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഈ സമ്പത്ത് എനിക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സക്കാത്ത്, ആ സമ്പത്ത് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുത്ത്, നമ്മുടെ വീട്ടിലേക്ക് വരുന്നവർക്ക് എന്തെങ്കിലും ചില ദാനം കൊടുത്ത് കൈയൊഴിയാനുള്ളതല്ല. കൃത്യമായി അതിന് കണക്കുണ്ട്. ആ കണക്കും സമയവും സന്ദർഭവും എത്തുമ്പോൾ ഒരു വിശ്വാസി കൊടുക്കുക എന്നുള്ളത് നിർബന്ധ ദാനമായിട്ടാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമ്മളോടൊപ്പമുള്ള അപരനെയും മറ്റു മനുഷ്യരെയും പരിഗണിക്കേണ്ടതുണ്ട് എന്ന ഇസ്ലാമിൻ്റെ വളരെ വിശാലമായ കാരുണ്യത്തിൻ്റെ രൂപമാണ് സക്കാത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്.